സിൽവ മെത്തേഡ് ഉപയോഗിച്ചുള്ള ഒരു വിഷ്വലൈസേഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. സ്വസ്ഥമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. ഇനി പതിയെ കണ്ണുകളടയ്ക്കാം. സാവധാനത്തിൽ ഒരു ശ്വാസം അകത്തേക്കെടുക്കാം. സാവധാനം പുറത്തേക്ക് കളയാം. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരം കൂടുതൽ ശാന്തമാകുന്നത് അറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരിടത്തും പോകേണ്ടതില്ല. മറ്റൊന്നും ചെയ്യേണ്ടതില്ല. അടുത്ത കുറച്ച് മിനിറ്റുകൾ പൂർണ്ണമായും വിശ്രമിക്കാൻ നിങ്ങൾക്ക് തന്നെ അനുവാദം കൊടുക്കാം. ഇനി ശ്രദ്ധ നിങ്ങളുടെ തലയുടെ മുകൾ ഭാഗത്ത് കൊണ്ടുവരാം. അവിടെയൊന്നും മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല. അവിടെയുള്ള അനുഭവം എന്താണോ അത് തിരിച്ചറിയുക മാത്രം ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ തലയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു ശാന്തമായ വിശ്രമ തരംഗം ആരംഭിക്കുന്നതായി സങ്കൽപ്പിക്കുക. അത് പതുക്കെ താഴേക്ക് ഒഴുകുകയാണ്. ആ തരംഗം നിങ്ങളുടെ നെറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ നെറ്റിയിലെ ചെറിയ പേശികൾ പോലും അയഞ്ഞ് ശാന്തമാകട്ടെ. അവിടെ എന്തെങ്കിലും പിരിമുറുക്കം അല്ലെങ്കിൽ ടെൻഷൻ ഉള്ളതായി അനുഭവപ്പെട്ടാൽ അത് വിട്ടുകളയാം. കണ്ണുകൾക്ക് ചുറ്റുമുള്ള പേശികൾ റിലാക്സ് ആകട്ടെ. നിങ്ങളുടെ കൺപോളകൾ സുഖകരമായി ഭാരമില്ലാതെ അടഞ്ഞിരിക്കുകയാണ്. കവിളുകൾ റിലാക്സ് ആകട്ടെ. താടിയെല്ലുകൾ റിലാക്സ് ആകട്ടെ. നാവ് സ്വാഭാവികമായ സ്ഥാനത്ത് വിശ്രമിക്കട്ടെ. പല്ലുകൾ കൂട്ടിയമർന്നിരിക്കുകയാണെങ്കിൽ അവ തമ്മിൽ അല്പമകലം നൽകാം. ഇപ്പോൾ ആ ശാന്തമായ വിശ്രമ തരംഗം നിങ്ങളുടെ കഴുത്തിലേക്ക് ഇറങ്ങുന്നു. നിങ്ങളറിയാതെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ സമ്മർദ്ദങ്ങളും അത് ലഘൂകരിക്കുന്നു. നിങ്ങളുടെ തോളുകൾ റിലാക്സ് ആകട്ടെ. തോളിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ ഒരു ആശ്വാസം. ആ വിശ്രമം നിങ്ങളുടെ കൈകളിലൂടെ താഴേക്ക് ഒഴുകുന്നത് അറിയാം. കൈമുട്ടുകൾ, കൈപ്പത്തികൾ, വിരലുകളുടെ അറ്റം വരെ. നിങ്ങളുടെ കൈകൾ ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ്ഡ് ആണ്. ഇനി ശ്രദ്ധ നെഞ്ചിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കാം. അതിനെ നിയന്ത്രിക്കേണ്ടതില്ല. ഓരോ ശ്വാസവും കൂടുതൽ സാവധാനത്തിൽ സുഖകരമായി മാറാൻ അനുവദിക്കാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലെ സമ്മർദ്ദം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതായി സങ്കൽപ്പിക്കാം. ഇപ്പോൾ ആ റിലാക്സേഷൻ നിങ്ങളുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് വയറിലേക്ക് ഒഴുകുകയാണ്. വയറിനെ പൂർണ്ണമായും റിലാക്സ് ആകാൻ അനുവദിക്കാം. ഇപ്പോൾ ആ ശാന്തത നിങ്ങളുടെ
ഇടുപ്പിലേക്ക് പടരുകയാണ്. അവിടെ നിന്നും തുടകളിലേക്ക്, മുട്ടുകളിലേക്ക്, കണങ്കാലുകളിലേക്ക്, പാദങ്ങളിലേക്ക്, അങ്ങനെ അവസാനം കാൽവിരലുകളുടെ അറ്റം വരെ. ഇപ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ എന്ത് അനുഭവപ്പെടുന്നുവെന്ന് ശ്രദ്ധിക്കാം. കൂടുതൽ ഭാരക്കുറവും ശാന്തതയും അനുഭവിച്ചറിയാം. ഇനി ഒരു ലളിതമായ കൗണ്ട് ഡൗണിലൂടെ നമ്മൾ മനസ്സിനെ കുറച്ചുകൂടി ആഴത്തിലുള്ള ശാന്തതയിലേക്ക് നയിക്കാൻ പോവുകയാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. നിങ്ങളിപ്പോൾ വളരെ പ്രശാന്തവും ആഴത്തിലുമുള്ളതായ ഒരു റിലാക്സേഷൻ്റെ അവസ്ഥയിലാണ്. ഈ സമാധാനം അനുഭവിച്ചറിയാൻ കുറച്ച് നിമിഷങ്ങളെടുക്കാം. ഇപ്പോൾ ഈ ശാന്തതയിൽ തുടരുമ്പോൾ തന്നെ ഒരു കാര്യം ഭാവനയിൽ കാണാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ശാന്തമായ ഒരു മുറിയിൽ സുഖമായി ഇരിക്കുന്നതായി സങ്കൽപ്പിക്കുക. നിങ്ങൾക്ക് മുന്നിൽ ഏകദേശം 6 അടി അകലെയായി ഒരു വലിയ തെളിഞ്ഞ TV സ്ക്രീനുണ്ട്. അതിലിപ്പോൾ ചിത്രങ്ങളൊന്നുമില്ല. അതിലേക്ക് നോക്കാം. പതുക്കെ ഒരു ശ്വാസമെടുക്കാം. പുറത്തേക്ക് വിടാം. മനസ്സ് അല്പം കൂടി ശാന്തമാകട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ഒന്ന് മാത്രം. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തിരഞ്ഞെടുക്കാം. അത് വരാനിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കാം. ആളുകളുടെ മുൻപിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നതായിരിക്കാം. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോളോ, അതുമല്ലെങ്കിൽ ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ ശാന്തമായി പ്രതികരിക്കുന്നതോ, ഒരു പ്രത്യേക ദുശീലം മാറ്റുന്നതോ എന്തുമായിരിക്കാം. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ആ സാഹചര്യം നിങ്ങളുടെ മുന്നിലെ TV സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് കാണാം. ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങളത് കാണുകയാണ്. അതൊരു ചിത്രമായി കാണുകയോ ആ ഒരു സംഭവത്തിൻ്റെ അനുഭവമോ ആണ് വരുന്നതെങ്കിലും കുഴപ്പമില്ല. സ്വാഭാവികമായി നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് മതിയാകും. പെർഫെക്റ്റ് ഒന്നും ആകേണ്ടതില്ല. ആ സാഹചര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെയാണ്? ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? വെറുതെ നോക്കിക്കാണുക. നിങ്ങൾ സാഹചര്യത്തെ വിചാരണ ചെയ്യാനോ പരിഹരിക്കാനോ ശ്രമിക്കേണ്ടതില്ല. സാഹചര്യം നിലവിൽ എങ്ങനെയാണോ അത് മാത്രം നോക്കുക. അത് വ്യക്തമായി കാണുക. എന്നിട്ട് സ്വയം തിരിച്ചറിയുക.
ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന അവസ്ഥ. ഇനി തയ്യാറെന്ന് തോന്നുമ്പോൾ ഈ ആദ്യത്തെ രംഗം പതുക്കെ നിങ്ങളുടെ വലതുവശത്തേക്ക് നീക്കുന്നതായി സങ്കൽപ്പിക്കുക. ഇനി ഇടതുവശത്ത് നിന്ന് മറ്റൊരു സ്ക്രീൻ മുന്നിലേക്ക് കൊണ്ടുവരാം. ഇനി സ്വയം ചോദിക്കാം, ഈ സാഹചര്യം മെച്ചപ്പെടാൻ എന്താണ് സംഭവിക്കേണ്ടത്? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് എന്തെല്ലാം നടപടികൾ എടുക്കാൻ സാധിക്കും? ഇനി ഈ സാഹചര്യത്തെ മെച്ചപ്പെടുത്താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനസ്സിൽ വരുന്ന കാര്യം ഈ ഒരു സ്ക്രീനിൽ കാണാം. ഉദാഹരണമായി, ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സാഹചര്യമെങ്കിൽ അതിനായി പഠിക്കുന്നതും പരിശീലിക്കുന്നതും ഈ സ്ക്രീനിൽ കാണാം. ദേഷ്യം വരുന്ന ശീലമാണ് നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരം ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഉടനടി പ്രതികരിക്കാതെ ഒന്ന് പോസ് ചെയ്യുന്നതായി രണ്ടാമത്തെ സ്ക്രീനിൽ കാണാം. ഇവിടെ നിങ്ങളെ പരിഹാരത്തിലേക്ക് നയിക്കുന്ന പ്രായോഗികമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതൊരു ചെറിയ ചുവടാണെങ്കിൽ പോലും ആ പ്രവൃത്തി സ്വയം ചെയ്യുന്നതായി കാണുക. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം മനസ്സിൽ അനുഭവിക്കാൻ ശ്രമിക്കുന്നതും നല്ലതായിരിക്കും. ഇനി സാവധാനം ഈ രണ്ടാമത്തെ രംഗവും വലതുവശത്തേക്ക് നീക്കാം. ഇനി വീണ്ടും ഇടതുവശത്ത് നിന്ന് മറ്റൊരു സ്ക്രീൻ മുന്നിലേക്ക് കൊണ്ടുവരാം. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം, റിസൾട്ട്, മാറ്റങ്ങൾ സംഭവിച്ച ശേഷമുള്ള സാഹചര്യം കാണുക. പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടതായി കാണുക. ഇപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്ന് കാണുക. എന്താണ് മാറിയത്? നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്? ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ഈ രംഗം വ്യക്തമാകാൻ അനുവദിക്കുക. നിങ്ങൾക്ക് മനസ്സമാധാനം, ആശ്വാസം, ആത്മവിശ്വാസം, സന്തോഷം, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ സാഹചര്യം മറികടന്നതിലുള്ള സംതൃപ്തി അനുഭവപ്പെടുന്നത് കാണാം. ഇനി ഈ ആഗ്രഹിച്ച രംഗം മനസ്സിൽ ദൃഢമാകാൻ ഈ രംഗത്തെ കുറച്ച് സമയം കാണുന്നത് തുടരുക. ഈ സാഹചര്യത്തിൽ നിങ്ങളെ തന്നെ നോക്കുക. നിങ്ങളുടെ ശരീരഭാഷ എന്താണ്? മുഖഭാവം എന്താണ്? ഉള്ളിൽ എങ്ങനെ അനുഭവപ്പെടുന്നു? എന്നിവയെല്ലാം ശ്രദ്ധിക്കാം. അങ്ങനെ നിങ്ങൾ നിങ്ങളെ അലട്ടുന്ന സാഹചര്യത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ ഒരു കൃത്യമായ ചുവടെടുക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട്, ഫലം വ്യക്തമായി കാണുകയും ചെയ്തു. ഇനി ഈ ആഗ്രഹിക്കുന്ന റിസൾട്ടും അതുമായി ബന്ധപ്പെട്ട അനുഭവവും മനസ്സിൽ നിലനിൽക്കാൻ അനുവദിക്കാം. ഇനി സാവധാനത്തിൽ ഒരു ശ്വാസം അകത്തേക്ക് എടുക്കാം. പതുക്കെ ശ്വാസം പുറത്തേക്ക് കളയാം. ശരീരത്തിലേക്ക് അവബോധം കൊണ്ടുവരാം. നിങ്ങളുടെ കൈകൾ, കാലുകൾ, തോൾഭാഗം, ഇരിക്കുന്ന സ്ഥലം, ചുറ്റുമുള്ള ശബ്ദങ്ങൾ എന്നിവയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം.
ശ്രദ്ധയെ തിരികെ മുറിയിലേക്ക് കൊണ്ടുവരാം. തിടുക്കം കൂട്ടേണ്ടതില്ല. റെഡിയെന്ന് തോന്നുമ്പോൾ സാവധാനം കണ്ണുകൾ തുറക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നതെന്ന് ഒരു നിമിഷം ശ്രദ്ധിക്കാം.